വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിസിൽ. ഇന്ന് വെറൈറ്റി ആയിട്ട് നൂഡിൽസ് വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നൂഡിൽസ് വെച്ചോ? അതെ, നൂഡിൽസ് വെച്ച് തന്നെ ഒരു കട്ട്ലേറ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവോള 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 5 എണ്ണം പുഴുങ്ങി തൊലി കളഞ്ഞത്, നൂഡിൽസ്, 2 മുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ സൺഫ്ലവർ ഓയിലും. ആദ്യമായി 3 നൂഡിൽസ് ഒരെണ്ണം നമുക്ക് കൈവച്ച് പൊടിക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ചു കഴിയുമ്പോൾ 2 പീസ് നൂഡിൽസ് ഇട്ട് നന്നായി വേവിക്കണം. നൂഡിൽസ് വെന്തതിന് ശേഷം അതിലെ വെള്ളം ഊറ്റിക്കളയാം. വേറെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്തിളക്കാം. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. സവോളയൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുമിട്ട് നന്നായി ഉടച്ചു ചേർക്കാം. ഇതിലേക്ക് വേവിച്ചു വെച്ച നൂഡിൽസും ഇട്ട് നന്നായി യോജിപ്പിക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. കട്ടകളെല്ലാം നന്നായി ഉടച്ചെടുത്ത് ചെറിയ ഉണ്ടകളാക്കി കട്ട്ലേറ്റ് ഷേപ്പിൽ ആക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട്ലേറ്റ് ഷേപ്പിലേക്ക് ആക്കാം. എനിക്ക് ഏകദേശം ഒരു 15 കട്ട്ലേറ്റ് ഇത് വെച്ചുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളകും ചേർത്തിളക്കുക. ഓരോ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കി നൂഡിൽസിൻ്റെ മിക്സിലിട്ട് നന്നായി പൊഴിഞ്ഞു വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തു വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു വശം ആയതിനു ശേഷം മറിച്ചിടാം. നമ്മുടെ 2 വശവും ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ല മുരിഞ്ഞതും സ്വാദിഷ്ടവുമായ ഒരു അടിപൊളി കട്ട്ലേറ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതുപോലെയുള്ള വെറൈറ്റി ആയ ഡിഷസിന് ടേസ്റ്റ് വിസിൽ സബ്സ്ക്രൈബ് ചെയ്യുക.